ഹായ്, എൻ്റെ പേര് അഞ്ജയ് രമേഷ്. ഞാനിവിടെ സോഷ്യൽ ബ്യൂറോയിൽ കണ്ടന്റ് റൈറ്റർ ആൻഡ് കോപ്പി റൈറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒരു 2 മാസമായി ഞാനവിടെ ജോയിൻ ചെയ്തിട്ട്. ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റിമോണി ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ ഈ കമ്പനിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്, എൻ്റെ ലൈഫിൽ ഉണ്ടായ വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടെസ്റ്റിമോണിയിൽ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് എ കണ്ടന്റ് റൈറ്റർ, വീഡിയോ എഡിറ്റർ, ഡിജിറ്റൽ പ്രൊഡ്യൂസർ, ടെക്നിക്കൽ റൈറ്റർ, അങ്ങനെ ഒരുപാട് പൊസിഷൻസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം വെച്ചിട്ട് എന്താണ് വ്യത്യാസം ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആണ് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം ഉള്ളത്. കാരണം കണ്ടന്റ് റൈറ്റിംഗിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രീവിയസ് കമ്പനീസിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ബ്ലോഗ് റൈറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ ആയിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് റൈറ്റിംഗിലെ എല്ലാ ഫീൽഡും എനിക്കിവിടെ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പൊ ഞാനിത് സംസാരിക്കുന്നതിന് വിട്ട് തന്നെ എനിക്ക് ആങ്കർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ള ക്ലയൻസിന്റെ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള ആഡ് ഫിലിംസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലിങ്ക്ഡ് ഇൻ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഗ്രാഫിക്സ് ടീംസിനെ വെച്ചിട്ട് മോഷൻ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, AI വീഡിയോ ക്രിയേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോഷ്യൽ ബ്യൂറോയിൽ. മറ്റുള്ള കമ്പനീസിൽ നിന്നും സോഷ്യൽ ബ്യൂറോയെ എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സ്ട്രാറ്റജീസ് ആണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇവിടെ സാറ് യൂസ് ചെയ്യുന്ന വിഷൻ അത് കംപ്ലീറ്റ്ലി മറ്റുള്ള മാർക്കറ്റിംഗ് ഹെഡുകൾ ലീഡ് ചെയ്യുന്നതുകൊണ്ടല്ല. ഒരു CEO അല്ലെങ്കിൽ CFO അവരുടെ വിഷൻ പോലൊന്നും അല്ല ഇവരുടെ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എല്ലാ മാർക്കറ്റിംഗ് ഏജൻസിയും വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് ഒരു ക്രോർപതി ആവണം, അല്ലെങ്കിൽ എനിക്ക് മില്യണയർ ആവണം എന്നാണ്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവിടെ അവരാലോചിക്കുന്നത് വി നീഡ് ടു ബി ട്രില്യണിയേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് അവർ ട്രില്യൺ എഡിഷൻ എന്നൊരു കമ്പനിയുടെ അണ്ടറിൽ സോഷ്യൽ ബ്യൂറോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൊണ്ടുവരാൻ കാണും. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഹോയിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരുപാട് ആപ്സ് സോഫ്റ്റ്വെയർസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ സോഷ്യൽ ബ്യൂറോയിൽ ഞങ്ങൾ ഒരു ഇന്റേണൽ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് സോഹോ ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. ആ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 മാസത്തോളമായിട്ട് ഞാൻ വാട്സപ്പ് തുറന്നിട്ടില്ല. കാരണം നമ്മുടെ ക്ലയന്റ് മീറ്റിംഗ്സ് ആയാലും, നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ടുള്ള ചാറ്റിംഗ് ആയാലും, അതുപോലെ ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതായാലും, ടാസ്കിന്റെ അപ്രൂവൽസ് വാങ്ങിക്കുന്നതായാലും, എല്ലാം ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഈ ആപ്ലിക്കേഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൽസ് നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ലീവ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ മെയിലിൽ ലോഗിൻ ചെയ്തിട്ട് അവരുടെ മെയിലിലോട്ട് അയച്ച്, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. ഇതെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ. കാരണം ഇവരുടെ JD ഞാനാണ് പ്രിപ്പയർ ചെയ്തത്. ആക്ച്വലി റീസെന്റ് ഞങ്ങൾ JD പ്രിപ്പയർ ചെയ്യുണ്ടായി, അതിന്റെ കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യുണ്ടായി. ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ എന്റെ മൈൻഡിലോട്ട് വന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് ബ്ലേസേഴ്സ് ഇട്ടിരിക്കണം, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്, ബ്ലേസേഴ്സ് ഇട്ടിരിക്കണം, ഒരു യൂണിഫോമിറ്റി ഉണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് മാത്രമേ വെയർ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ ഞാൻ കേട്ടപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും കമ്പനി നടക്കുന്ന കാര്യമാണ്? ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യൂ? പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കിപ്പോൾ റീസെന്റ് ഞങ്ങളൊരു ഹയറിംഗ് നടത്തി. അപ്പോൾ ആ കാൻഡിഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കനേഡിയൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരിത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തത്, ഞങ്ങളുടെ JD എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തത്? അവർ പറഞ്ഞത്, എബ്രോഡിലെല്ലാവരും ഇങ്ങനെയാണ്, വെളിയിലെല്ലാവരും ഫോളോ ചെയ്യുന്ന ഇങ്ങനത്തെ ഗൈഡ് ലൈൻസ് ആണ്. അതായത് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്ലേസേഴ്സ് ഇട്ടിരിക്കണം, അതൊരു പ്രൊഫഷണൽ ടച്ചാണ്. അപ്പോൾ നമ്മളൊരു IT ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് റീസെന്റ് ഒരു ചാനലിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങളിപ്പോ ഒരു ചാനൽ ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഒരു യൂണിഫോമിറ്റിയിലാണ് ഞങ്ങളുടെ ടീം മൊത്തം ആ മീറ്റിംഗിൽ ഇരുന്നത്. അപ്പൊ ആ ചാനലിന്റെ ഹെഡ് പറയുകയുണ്ടായി, വാട്ട് എ യൂണിഫോമിറ്റി യു ഗൈസ് ആർ ഫോളോയിങ്. നിങ്ങൾ സ്റ്റാഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ ടീം മാനേജ്മെന്റ് ആയിക്കോട്ടെ, എന്താ ഒരു യൂണിഫോമിറ്റി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, മറ്റെങ്ങും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വയമേ എനിക്ക് തോന്നി, എനിക്ക് ഒരു പ്രൗഡ് ഫീൽ ചെയ്തു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ ഒരു കോവർക്കിംഗ് സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. ബിസിനസ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ട് ഒരു കോവർക്കിംഗ് സ്പേസിലാണ് പനമ്പള്ളിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു യൂണിഫോമിറ്റി കണ്ടിട്ട് മറ്റുള്ള പല കമ്പനീസ് ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട്
ഇവർ ആദ്യമൊക്കെ കളിയാക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ബ്ലേസറൊക്കെ ഇട്ട് കണ്ടപ്പോൾ ആദ്യമൊക്കെ കളിയാക്കുമായിരുന്നു. പിന്നെ അവരിത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരൊരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ് കോഡിലൊക്കെ അവർ വരാൻ തുടങ്ങി. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഇപ്പൊ മാർക്കറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് എൻ ഓഷൻ. മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എൻ ഓഷൻ. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് ജോയിൻ അവർ ടീം. കാരണം ഞങ്ങൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ്സ് ഉണ്ടെന്ന് ഞാൻ പഠിച്ചത് തന്നെ ഇവിടെ വന്നിട്ടാണ്. ലൈക്ക് API മാർക്കറ്റിംഗ്. കാരണം ഇവര് സോഷ്യൽ ബ്യൂറോ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി API സർവീസസ് ആണ്. അപ്പൊ അതെന്താണെന്ന് പലർക്കും അറിയില്ല. എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ അറിയാം, ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു കണ്ടന്റിനെ എങ്ങനെ നർച്ചർ ചെയ്യണം, അതിനെ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് ഈ കമ്പനി വന്ന് നമ്മുടെ ഗൈഡ് ലൈൻസ്, അതായത് സാറ് പറഞ്ഞു തരുന്ന ഇൻപുട്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ, എന്റെ സോഷ്യൽ മീഡിയ പേജ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാവും. ഒട്ടും വ്യൂവേഴ്സ് കിട്ടാണ്ടിരുന്ന ഒരു പേജാണ്. അതായത് ഒട്ടും എന്താ പറയാ, കാണാൻ ഒട്ടും ഒരു ഭംഗിയില്ല, ഭയങ്കര ക്ലംസി ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയ പേജ് ആയിരുന്നു തന്നെ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര എന്താ പറയാ, തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നി. കാരണം എനിക്ക് ഈ സിനിമയുടെ ഭ്രാന്തുണ്ട്. എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിർത്തത്തില്ല, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ തന്നെ ഞാൻ റീസെന്റ് ഒരു മൂവി റിവ്യൂ ഒക്കെ ഇട്ടത് എത്ര 100K മുകളിലൊക്കെ പോയി വ്യൂസ് തന്നെ. അപ്പോ അതുപോലുള്ള കണ്ടന്റ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഡോണ്ട് വെയിറ്റ്, ജസ്റ്റ് കം ടു സോഷ്യൽ ബ്യൂറോ, join our team and find your way, find your career, build your portfolio. So എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ സിനിമ ഭ്രാന്തും അതുപോലെ ക്യാമറയുടെ മുന്നിൽ വരണമെന്നും അതുപോലെ തന്നെ റൈറ്റിംഗ് ആയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ കാണുന്ന കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഡോണ്ട് ജസ്റ്റ് വെയിറ്റ്. ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നിങ്ങളെ തേടി വരത്തില്ല, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? സോ സോഷ്യൽ ബ്യൂറോയിലേക്ക് വാ, നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യും, നമ്മൾ ഒരുപാട് ഇൻപുട്സ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബോറടിക്കത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറഞ്ഞുതരാം. സോ ഇന്ന് തന്നെ join our team.